ഹായ്. നല്ല മഴയാണല്ലേ. എല്ലാവരും എന്താ ചെയ്യുന്നത്? എൻ്റെ തുമ്പോർജിയ കണ്ടോ? ഞാൻ അതിനെ വെട്ടിയിട്ടൊന്നും കാര്യമായിട്ടുള്ള ഉണക്കമൊന്നും അതിന് കിട്ടിയിട്ടൊന്നുമില്ല. കുറച്ച് ഭാഗമൊന്ന് വാടിയെന്നല്ലാതെ അതിന് കാര്യമായിട്ടുള്ള ഉണക്കമൊന്നും സംഭവിച്ചിട്ടില്ല. ഇതാ നല്ല മഴയത്ത് ഇങ്ങനെ കുതിർന്ന് നിൽക്കണം. ഫ്ലവർ അടിഭാഗത്തെ ഫ്ലവർ ഉണ്ട് കേട്ടോ. ഞാൻ താഴേക്ക് വല്ലാണ്ട് തൂങ്ങിക്കിടന്നിരുന്നതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയിട്ടുണ്ട്. ആൾക്കാർക്ക് ഇതിൽ നടക്കാനുള്ള ഒരു വഴിയാണിത്. ആ വഴിയൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നല്ല മഴയാണ്. മഴയത്തത് ഇങ്ങനെ കുതിർന്ന് നിൽക്കുകയാണ് മഴ കൊണ്ട്. കണ്ടില്ലേ എന്താ സുഖം. ഇതെൻ്റെ ശംഖുപുഷ്പമാണ്, ഡബിൾ പെറ്റൽ ശംഖുപുഷ്പമാണ്. അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന പാവം സൈഡിലായ കാരണം അതിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റണില്ല, വളരാനൊന്നും പറ്റണില്ല. അതിനെ അങ്ങ് ഒതുക്കി കളഞ്ഞു. മഴ കാരണം കണ്ടോ, ഞാൻ എൻ്റെ നട്ട ചെടികളൊക്കെ നല്ല പൊടിച്ച് വരുന്നുണ്ട്. എൻ്റെ ഹവായിൻ സൺസെറ്റ് റെയിൻ പതുക്കെ കൊടി നീട്ടി പടർന്ന് പിടിക്കുന്നുണ്ട്. നിക്കോഡിയ പ്ലാന്റ് ഒക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ പൊടിച്ച് വരുന്നുണ്ട്. മണിമുല്ല എല്ലാം ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ട്. ഇതൊരു നാടൻ സൂര്യകാന്തി കേട്ടോ. പിന്നെതാ നമ്മളുടെ അഞ്ചതള നന്ദ്യാർവട്ടം എന്ന് പറയുന്നത്, അതിങ്ങനെ നിറച്ച് പൂട്ട് നിൽക്കുന്നുണ്ട്. മരക്കുറ്റിയുടെ ഒരു കഥയാട്ടോ. അത് പിന്നീട് ഞാൻ പറയാം. അത് മെക്സിക്കൻ ടൂളിപ്പെന്നോ എന്തോ പറയുന്ന ഒരു പ്ലാന്റാണ്. ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. അതൊരു വലിയ മരമായിരുന്നു. ഇവിടെ ഞാൻ മൂന്നാറിൽ പോയപ്പോൾ കൊണ്ടുവന്ന് വെച്ചതാണ്. അവിടെ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. അത് പൊടിച്ച് വളർന്ന് ഇവിടെ വലുതായി വന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അതിൻ്റെ വളർച്ച അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് മുതൽ. ഇത് ഒന്നിതിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വെട്ടിക്കളയും. പിന്നെ എല്ലാവരും വെട്ടിക്കളയുന്ന അരളി അതുമുണ്ട്. ഒക്കെ മഴയത്ത് ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. ഒരുപാട് മഴ കിട്ടിയിരിക്കുകയല്ലേ. നിറച്ച് മുട്ടിട്ട് വന്നിട്ടുണ്ട്, നിറച്ച് ഫ്ലവർ ഇടുന്നുണ്ട്. മഴയങ്ങ് കഴിയുമ്പോഴേക്കും നിറച്ചങ്ങ് പൂത്തൊലഞ്ഞ് ഇല കാണാ പോലെ പൂത്തൊലഞ്ഞ് നിൽക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. മഴയത്ത് പൂക്കളൊക്കെ ചീത്തയായി